ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ആരോൺ ടിക്കീസ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ആപ്പ് കയറ്റിയിട്ട് അതിനകത്ത് കാർ മോഡിഫിക്കേഷൻ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇന്നൊരു വെറൈറ്റി കാർ തന്നെ പിടിക്കാം. ഒരു ഓൾഡ് മോഡൽ കാർ ചെയ്യാട്ടോ. ഗൈസ്, ഒരു ഓഫ് റോഡ് ലുക്ക് വേണോ? വേണ്ട. നോക്കട്ടെ ഏതൊക്കെ കമ്പനി ഉണ്ടെന്ന്. ഷവർലെറ്റ് ഗൈസ്, ഷവർലെറ്റിൻ്റെ കുറേ വാഹനങ്ങളുണ്ട് ഗൈസ്. വാഹനങ്ങൾ ഷവർലെറ്റിൻ്റെ വിൻറ്റേജ് ഒക്കെ ഉണ്ട് കേട്ടോ. നമുക്കപ്പോൾ ഈ വണ്ടി ഒന്ന് ചെയ്യാം കേട്ടോ. അപ്പം നമുക്ക് എന്തായാലും ഇനി നമുക്ക് ഈ എഗ്രി ഞെക്കിയിട്ട് കാണാം. ഗൈസ്, അങ്ങനെ നമ്മളെ വണ്ടി നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. സ്റ്റോക്ക് കണ്ടീഷനിൽ ഇരിക്കുന്ന വണ്ടിയാണ്. നമ്മൾ പണിഞ്ഞ് കഴിഞ്ഞിട്ട് എങ്ങനെ ഉണ്ടാവും നിങ്ങൾ കണ്ടിട്ട് തന്നെ പറയണം ഗൈസ്, കമൻറ്റ് ചെയ്യണം. നമുക്കെന്തായാലും പണി തുടങ്ങാം ഗൈസ്. ഈ കളറ് നല്ല അടിപൊളി കളറാണ്. അപ്പോൾ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു കേട്ടോ. അപ്പോൾ നമുക്കിനി നേരെ എന്തായാലും നമ്മുടെ കിറ്റ്സൊക്കെ നമുക്ക് ചെയ്യാം. ഓ മൈ ഗോഡ്, പുതിയ അപ്ഡേഷൻസ് ഒക്കെ വന്നു തോന്നുന്നു. ഒന്നും ചെയ്യാതെ തന്നെ ഈ ഒരു ലുക്കായി. ഇതെനിക്ക് വേണ്ട, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഗൈസ്. അപ്പം കുറച്ച് കഷ്ടപ്പെട്ട് ചെയ്യാം കേട്ടോ. അലോയ് നമുക്ക് ഷവർലെറ്റിൻ്റെ തന്നെ നോക്കാം. എനിക്ക് ഷവർലെറ്റിൻ്റെ അലോയ്സ് ഒന്നും ഇതിനകത്ത് കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ നമുക്ക് പുറത്തുനിന്ന് തന്നെ കയറ്റാം. ഒരു അടിപൊളി അലോയ് കിട്ടുന്നില്ല. നമ്മളൊരു വണ്ടിപ്രാന്തൻ്റെ ആഗ്രഹം പോലെയാണ് നമ്മൾ ഈ വണ്ടിയൊക്കെ മോഡിഫിക്കേഷൻ ചെയ്യുന്നത്. അത്ര വലിയ പൈസയൊന്നും ഇല്ലാത്തവർക്ക് ചെയ്യാൻ പറ്റിയൊരു ചെറിയ മോഡിഫിക്കേഷൻ എന്നും പറയാം. ഗൈസ്, ഇങ്ങനെ നമ്മൾ 4 ടയറും അലോയ് മാറ്റി അടിപൊളി അലോയൊക്കെയാണ് ഇട്ടേക്കുന്നത്. ഇനി നമുക്ക് ഫ്രണ്ട് ബമ്പർ, നല്ല അടിപൊളി ബമ്പർ കയറ്റാം. വാട്ട് ഈസ് ദിസ്? ഇത് വേണ്ട ഗൈസ്, ഭയങ്കര ബോറാണ് ഗൈസ്. ഇത് വേണ്ട, നമുക്ക് ചെറിയത് മതിട്ടോ. ഇത് മതിട്ടോ. ഇതാകുമ്പോൾ ലൈറ്റൊക്കെ ഫോഗ് ലാമ്പൊക്കെ ഉണ്ട്. ഇതൊക്കെ മതി. പിന്നെ നമുക്ക് വേണമെങ്കിൽ ലിപ്പൊക്കെ കയറ്റാലോ. ഇത് കയറ്റാട്ടോ സൈഡിൽ. അയ്യോ, ഇത് വേണ്ട, ഇത് മുകളിലായിരുന്നോ? ഇത് വേണ്ട, ഇത് ലുക്കില്ല ഗൈസ്. ഇത് നോക്കാം നമുക്ക് എന്തൊക്കെയാണെന്ന്. ഗൈസ്, ഞാൻ പറഞ്ഞ സാധനം ലിബ്. ഗൈസ്, ഇത് വേണ്ട ഗൈസ്, ഇത് ലുക്ക് പോരാ. വണ്ടി ലോവർ ചെയ്യണം കേട്ടോ. നമുക്കിത് നോക്കാം. നമുക്ക് ഓരോന്ന് വെച്ച് നോക്കാം, എന്നിട്ട് ഇഷ്ടപ്പെടുന്ന നോക്കിയെടുക്കാം. ഇത് വലിയ കുഴപ്പമില്ല എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ ഗൈസ്. നല്ല കുഴപ്പമില്ലാത്തൊരു ലുക്കൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രണ്ട് ലിബ് ഇതെടുക്കാം. നമ്പർ പ്ലേറ്റോ? ഇതെടുക്കട്ടെ, ടുക്കാവട്ടെ. നമ്മൾ നമ്പർ പ്ലേറ്റ് വെറുതെ കൊടുത്താട്ടോ ഗൈസ്. നമുക്ക് ബാക്ക് ബമ്പറിൽ S2. ഓ ഗൈസ്, ഇത് അടിപൊളി ലുക്കായിട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഫിക്സ് ചെയ്യാം. ഇനി നമുക്ക് ബാക്കിൽ ലിബോ അത് വരില്ല ഗൈസ്. ഇത് ഈ ബമ്പറിൽ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ലിബുണ്ട്. അപ്പം നമ്മളിപ്പോൾ വേറെ ലിബ് കയറ്റാൻ നോക്കിയാലും വരില്ല കേട്ടോ. നമുക്ക് സൗണ്ടാണ് നമ്മുടെ മെയിൻ. ഇതെങ്ങനെ ഉണ്ടാവും നോക്കട്ടെ ഗൈസ്. വേണ്ട ഗൈസ്, ഇതൊരു ലുക്ക് പോരാ. ഇത് മതി ഗൈസ്. അത്ര വലിയ ലുക്കൊന്നും വേണമെന്നില്ല ഗൈസ്. സൗണ്ട് കിട്ടാൽ മതി. നമുക്ക്
സൈഡ് നമുക്ക് അങ്ങനെ ക്വാളിറ്റി കുറഞ്ഞ സാധനമൊന്നും വെക്കില്ല. നമ്മൾ നല്ല ക്വാളിറ്റിയുള്ള സാധനം എടുക്കുള്ളൂ ഗൈസ്. വണ്ടി താത്ത എന്ന് പറഞ്ഞാൽ നമ്മൾ താത്തിയിരിക്കും. ഈ സാധനം കൊണ്ട് എടുത്തു. ഇനി നമുക്ക് ഇതെന്താ പിന്നെയുണ്ട് സൈഡ് ലിബ്. ഇതോ ഇതുണ്ടായിക്കോട്ടെ. ഡോറിൻ്റെ ലിബിൻ്റെ താഴെ വേറൊരു ലിബ്. ഇതും കിട്ടൂല ഗൈസ്. ബമ്പറിൽ ഒരു പരിപാടി നടക്കൂല ഗൈസ്. ഒന്നും വേണ്ട കേട്ടോ. വേണ്ടെന്ന് വിചാരിച്ചു. നമുക്ക് ഹെഡ്ലൈറ്റ് ഗൈസ്, ഫ്രണ്ട് ഹെഡ്ലൈറ്റ് നമുക്കൊന്ന് ബ്ലാക്ക് ആക്കാനേ പറ്റുള്ളൂ കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റൂല. ഇതിനേക്കാളും നല്ലത് ഈ കളർ തന്നെ കേട്ടോ, സാധാരണ തന്നെയാണ്. ഇതിനും ബാക്ക് ലൈറ്റ് അതും ബ്ലാക്ക് ആക്കാൻ തന്നെ പറ്റുള്ളൂ. അത് ബ്ലാക്ക് ആക്കിയ പിന്നെ ലുക്ക് ഉണ്ടെന്ന് വേണേൽ പറയാം കേട്ടോ. ഇനി നമ്മുടെ സ്പോയിലർ മെയിൻ. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടിട്ടോ. ഇന്നെന്താണെന്ന് അറിയില്ല, ആദ്യം കാണുന്നതൊക്കെ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്. ഇതോ ഇതവിടെ വരുന്നതാ. കിടക്കട്ടെ ഒരു 10-20 സ്പോയിലർ. അതും കിടന്നോട്ടെ ഐസ്, ഒരു ലുക്കാവട്ടെ. ഇനി നമുക്ക് ബോണറ്റ് നമുക്ക് ഈ ഒരു കളർ സെലക്ട് ചെയ്യാം. ഗൈസ് അപ്പോൾ ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ബോണറ്റ്. സൈഡ് മിറർ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുള്ള മിററാക്കി. പക്ഷെ അത് ഭയങ്കര ബോറിങ് ആട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് നമ്മുടെ ബോണറ്റും ഇതിൻ്റെ അതേ കളറിൽ നമ്മൾ മിററും ചെയ്തു. ഫ്രണ്ട് ഗ്രില്ല്, ഓ മൈ ഗോഡ്, ഇതാണിപ്പോൾ നമ്മുടെ സ്റ്റോക്ക് ഗ്രില്ല്. ഇത് മതി ടേസ്, ഇപ്പം ഉള്ളത് മതി. എന്താ നമുക്കൊന്നും ചെയ്യാനില്ല കേട്ടോ. ഡിക്കിയും ബോണറ്റും സൈഡ് മിററും സെറ്റാക്കി. ഇതെവിടെയായിട്ട് വരുന്ന സ്റ്റിക്കറാണാവോ? എസ്, അത് എവിടെയായിട്ട് വരുന്ന സ്റ്റിക്കറാണെന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്കൊന്നും സ്റ്റിക്കർ വേണ്ട. എസ്, നമുക്കൊന്ന് കളറ് ചേഞ്ച് ചെയ്ത് നോക്കാം കേട്ടോ. വെറുതെ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കാം. യെസ് ഗായ്സ്, അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത ലുക്കൊക്കെ ഉണ്ട്. നമുക്കിതൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് കൊടുക്കാം.
ഗൈസ് ഇതൊന്നും ലുക്കില്ല കേട്ടോ. തിളക്കം ഭയങ്കരമായിട്ട് കൂടിയും ഫുൾ ബ്ലാക്ക് വണ്ടി. അത് വേറെ ഒന്നും കാണുന്നില്ല ടോയ്സ്. ഓ ഗൈസ്, കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഉള്ളിലത്തെ സീറ്റ് നമുക്കൊരു ഗൈസ് ഈ ഒരു കളർ കൊടുക്കാം. വണ്ടിക്ക് അങ്ങനത്തെ ഒരു ഷെയ്ഡ് രസമല്ല കേട്ടോ ഗൈസ്. മാറ്റോ ഇത് പിന്നെ രസമുണ്ട് കേട്ടോ ഗൈസ്. നമ്മുടെ വണ്ടിയുടെ ഫുൾ വർക്ക്സ് അങ്ങനെ കഴിഞ്ഞിട്ടില്ല, കുറച്ചുകൂടെ ഉണ്ട്. ഓ ഗൈസ്, സീറ്റിൻ്റെ ആണല്ലോ. സീറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് സെറ്റാക്കിയതാണല്ലോ. ഇത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴാണ് വണ്ടിയുടെ ലുക്കേ മാറി. ഗൈസ് അപ്പോൾ ഇതാട്ടോ ഗൈസ് നമ്മുടെ വണ്ടിയുടെ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ വണ്ടിയുടെ ഔട്ട്ലുക്ക് വരുന്നത്. അപ്പം എങ്ങനെ ഇരുന്ന വണ്ടീനാണ് നമ്മളിങ്ങനെ ആക്കി. അയ്യോ ഗായ്സ്, ലോവർ ചെയ്യാൻ മറന്നു. പക്ഷേ ലോവർ ചെയ്തിട്ട് ഫുള്ള് ലോവർ ചെയ്ത് സെറ്റാക്കി. യെസ് ഗായ്സ്, എന്തോ അലോയുടെ എന്തോ കാര്യമാണ്. എന്താ അതിന് പറ്റിയേ? ഓ, അപ്പോഴാണ് അതിൻ്റെ ലുക്ക് കിട്ടിയേ. പേടിച്ചു പോയി. യെസ് ഗായ്സ്, നമുക്ക് ലൈറ്റ് ബാക്ക്ഗ്രൗണ്ടൊന്നും ഇല്ല കേട്ടോ ഗൈസ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഔട്ട്ലുക്ക് വരുന്നത്. ഇതാ ഈ ഒരു രീതിയിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഏത് വണ്ടി എടുക്കണമെന്ന് പറയുക. ഈ ആപ്പിനകത്ത് ഉണ്ടെങ്കിൽ നമ്മളത് തീർച്ചയായിട്ടും എടുക്കും. കണ്ടില്ല ഗൈസ്, നമ്മുടെ വണ്ടിയുടെ വീഡിയോ കണ്ടില്ലേ? തെറ്റിപ്പോയി ഗൈസ്, വണ്ടിയുടെ വീഡിയോ കണ്ടില്ല? അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഈ വണ്ടിയിൽ ചെയ്തേക്കുന്ന മോഡിഫിക്കേഷൻ. നമ്മൾ ലിബ് മാറ്റി, ബമ്പർ മാറ്റി, ബോണറ്റ് മാറ്റി,
സൈഡ് മിറർ മാറ്റി, അലോയ് മാറ്റി, ബാക്ക് ബോണ്ട് മാറ്റി, പിന്നെ വണ്ടിയുടെ സൈഡിലത്തെ അത് മാറ്റി, ലൈറ്റ് ബേക്ക് ലൈറ്റ് മാത്രം മാറ്റി, നമ്പർ പ്ലേറ്റ് മാറ്റി, പിന്നെ സ്പോയിലർ മാറ്റി, സൗണ്ട് മാറ്റി, അങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്തു. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തണം. അപ്പോൾ നമ്മളുടെ ഈ ആപ്പിലുള്ള വണ്ടികളാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഈ വണ്ടികൾ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ.